ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ 2 കോളംസ് ആണുള്ളത്. ഒരു കോളത്തിലുള്ളത് ടെക്സ്റ്റിന് നമ്പർ ഇൻക്ലൂഡിങ് നമ്പറാണുള്ളത്. ലെഫ്റ്റ് സൈഡാണ് എല്ലാ നമ്പറും ഉള്ളത്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ എങ്ങനെ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 4 ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ലെഫ്റ്റ്, ലെങ്ത്ത്, സബ്സ്റ്റിറ്റ്യൂട്ട്, സം. ഇതാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൂടാതെ എക്സ്ട്രാ ഒരു വാല്യൂ ഉണ്ട്, അത് അവസാനം പറയാം. ഇവിടെ നമ്മൾക്കിവിടെ ലെഫ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ലെഫ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ വെരി സിമ്പിൾ. ലെഫ്റ്റിലുള്ള ഒരു ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റിലുള്ള എത്ര ക്യാരക്ടർ എക്സ്ട്രാക്ട് ചെയ്യണം. ഇവിടെ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ഞാൻ 2 ക്യാരക്ടർ എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റിലുള്ള ഫസ്റ്റത്തെ 2 ക്യാരക്ടർ, അതായത് 34. ഇപ്പോൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടെക്സ്റ്റിലുള്ള ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇനി അടുത്തത് LE എന്നുള്ളത് ലെങ്ത് എന്നുള്ള ഫംഗ്ഷൻ. ഇത് ഒരു ടെക്സ്റ്റിൻ്റെ ലെങ്ത്ത് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫസ്റ്റത്തതിൻ്റെ 6 ക്യാരക്ടറാണുള്ളത്, അതിൻ്റെ ലെങ്ത്ത് 6. ഇനിയുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട്. വെരി സിമ്പിൾ. സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഒരു ടെക്സ്റ്റിലുള്ള ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ടെക്സ്റ്റ് നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ ഇപ്പം ഫസ്റ്റ് കാണുമ്പോൾ ടെക്സ്റ്റ്, ഓൾഡ് ടെക്സ്റ്റ്, ന്യൂ ടെക്സ്റ്റ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാക്റ്റ് ഏതാണോ റീപ്ലേസ് ചെയ്യുന്നത് ഓൾഡ് ടെക്സ്റ്റ് കൊടുക്കാം. പുതുതായിട്ട് എന്താണോ വേണ്ടത് ആ ടെക്സ്റ്റ് അവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതാണ് ടെക്സ്റ്റ് ഫസ്റ്റത്തത്. ഇതിലെന്താണോ റീപ്ലേസ് ചെയ്യുന്നത്, ഞാനിവിടെ നമ്പർ വെച്ചിട്ട് ബാക്കിയെല്ലാം റീപ്ലേസ് ചെയ്യുന്നതായിരിക്കാം. ASDD. ഇതിന് പകരമായിട്ട് ഞാൻ ജസ്റ്റ് ബ്ലാങ്ക് 2 ഡബിൾ കോട്ട്സ് കൊടുത്ത് ക്ലോസ് ചെയ്തു. ഇവിടെ 34 എന്നുള്ളതാണ് റിസൾട്ടായിട്ട് കിട്ടിയത്, കാരണം റീപ്ലേസ് ചെയ്തത് ബ്ലാങ്ക് ആണ്. ഇനി നമ്മൾക്ക് വേറൊരു ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടില്ല, കാരണം നമ്മൾ കൊടുത്ത ഓൾഡ് ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യാനുള്ളത് ഈ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അവിടെ വേറെ ചേഞ്ച് ചെയ്തതിനാൽ റീപ്ലേസ് ചെയ്യുന്നത് ബ്ലാങ്ക് ആണ്. അപ്പോൾ അവിടെ അത് റീപ്ലേസ് ചെയ്യും, ബ്ലാങ്കായിട്ട് റീപ്ലേസ് ചെയ്യും. ഇനി ഇത് കൂടാതെ ഇനി അടുത്തതായിട്ടുള്ളത് ലാസ്റ്റ് വണ്ണ് സം എന്നുള്ളതാണ്. സം എന്നുള്ളത് മൾട്ടിപ്പിൾ നമ്പേഴ്സ് തമ്മിൽ സമ്മ് കാണാൻ വേണ്ടിയിട്ടാണ് സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 2 നമ്പർ കൊടുത്ത് ഈക്വൽസ് സമ്മ്, 2 നമ്പറിൻ്റെ റേഞ്ചും സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ലെഫ്റ്റിലുള്ള നമ്പർ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇതിൻ്റേതാണ് ലെഫ്റ്റ് കാണുന്നത്, ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, കോമ, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്നുള്ളത് നമ്മളിവിടെ ലെങ്ത്ത് എന്നുള്ള ഫംഗ്ഷൻ ഞാൻ പറഞ്ഞിരുന്നു ടെക്സ്റ്റിൻ്റെ ലെങ്ത്ത് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 6 ആണ്. ഇപ്പം 6 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ടെക്സ്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടാൻ. 34 ASDD എന്നുള്ളത് തന്നെ ആൻസർ ആയിട്ട് വരും. അപ്പം ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിവിടെ സം എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സം ഓഫ് ലെങ്ത്ത് എന്ന് പറയുന്നതും അതിൻ്റെ റിസൾട്ട് 6 ആയിരിക്കും, കാരണം ടോട്ടൽ 6 ക്യാരക്ടേഴ്സാണ് അവിടെ വരുന്നത്. ഇവിടെയുള്ള ക്യാരക്ടർ എത്രയാണെന്ന് കാണുന്നെങ്കിൽ ടോട്ടലിലൂടെ നമുക്കിവിടെ റിസൾട്ട് കിട്ടി, ഇത്രയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇനി ഈ ലെങ്ത്ത് എന്നുള്ള ഫംഗ്ഷനിലുള്ള ക്യാരക്ടർ കാണുന്നെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, അത് മാത്രം സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്തതിനാൽ അതിൻ്റെ ടോട്ടൽ ക്യാരക്ടേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. F9 പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്ത് F9 പ്രസ് ചെയ്യുക, ഇപ്പോഴവിടെ അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ, ഇപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ കൂടെ സം ഓഫ് ലെങ്ത്തിനെ മൈനസ് ചെയ്യുകയാണ്. നമ്മളിവിടെ വെച്ചിട്ട് മൈനസ് ചെയ്യുകയാണ്. വേറൊരു ലെങ്ത്ത് ഫംഗ്ഷൻ ഇവിടെ അഡീഷണലായിട്ട് കൊടുക്കുന്നത്. മൈനസ് ലെങ്ത് ഓഫ്
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യാനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നത്. ഇതിൽ ഒരു കേർലി ബ്രേസ് ഓപ്പൺ ചെയ്ത് റീപ്ലേസ് ചെയ്യാനുള്ള ടെക്സ്റ്റ് കൊടുത്ത് ഫസ്റ്റത്തെ ടെക്സ്റ്റ് കൊടുത്ത് അതിന് ശേഷം കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാനുള്ള. ഇത് കേർലി ബ്രേസിൽ നമ്മൾ അറേ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓരോ ക്യാരക്ടറും അറേ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ഉണ്ടാവും ഇതിൽ അറേയിൽ. അപ്പം ഓരോ സിംഗിൾ ക്യാരക്ടറായിട്ടാണ് കൊടുത്തുള്ളത്. 0 to 9 വരെയുള്ള നമ്പേഴ്സ് അതിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അതായത് ഇവിടെയുള്ള 34 എന്നുള്ള നമ്പർ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യുന്നത്. 34 ASDDയിലുള്ള 34 എന്നുള്ള നമ്പർ റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ ബ്ലാങ്ക് കൊടുക്കുന്നത്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്, എൻ്റർ ചെയ്യുന്നത്, ഷിഫ്റ്റ് എൻ്റർ ചെയ്യണം. കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കാരണം ഇതിലുള്ള അറേ ഉണ്ട്. കൺട്രോൾ ഷിഫ്റ്റ് എന്നുള്ളത് എൻ്റർ ചെയ്യണം അവിടെ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് 6 കിട്ടി ലെങ്ത്ത്. അതിൽ നിന്ന് വേറെ എത്രയാണ് മൈനസ് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ ഇവിടെ 34 ഒഴിവാക്കിയാൽ ബാക്കി 4 ക്യാരക്ടറാണുള്ളത് അല്ലേ. ഇതിൽ 6 വരുന്നുണ്ട്. 6 മൈനസ് 4, അതായത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് 9 ക്യാരക്ടറാണ്. അതിൽ 34 ഉള്ളത് ക്യാരക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ക്യാരക്ടർ. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് F9 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. കൺഫ്യൂഷനാണ്. ഒരു ഓപ്ഷൻ എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രം സെലക്ട് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും. 34 ASDD ആദ്യത്തിൽ കാണാൻ പറ്റും, 34 ASDD രണ്ടാമത്തിൽ കാണാൻ പറ്റും. 3 എന്നുള്ള ക്യാരക്ടർ വരുന്നിടത്ത് 4 ASDD എന്ന് കാണാൻ പറ്റും, കാരണം 3നെ റീപ്ലേസ് ചെയ്തു. അതുപോലെ 4 എന്നുള്ള ക്യാരക്ടർ വരുന്നിടത്ത് 3 ASDD എന്ന് കാണാൻ പറ്റും. ഇവിടെ F9 സെലക്ട് ചെയ്തിട്ട് F9 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ 3ഉം 4ഉം ഇവിടെ റിമൂവ് ചെയ്ത് അവിടെ ബ്ലാങ്ക് ആക്കി. അപ്പം 4 ക്യാരക്ടറാണ് അവിടെ വരുന്നത്. അപ്പം 4 4ഉം 6 നിന്ന് 4 പോയി കഴിഞ്ഞാൽ 2 ക്യാരക്ടറാണ് നമുക്ക് ലെഫ്റ്റ് നിന്ന് വേണ്ടത്. അപ്പോൾ അവിടെ 34 എന്നുള്ള റിസൾട്ട് കിട്ടി. അപ്പോൾ നേരെ തിരിച്ച് അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ടെക്സ്റ്റിലേക്ക് പോവാം. 54FFF. നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഇതിൻ്റെ ഫസ്റ്റത്തെ തന്നെ 6, ടോട്ടൽ 6 വരുന്നുണ്ട്, -4. അങ്ങനെയാണ് ഇവിടെ 2 വരുന്നത്. രണ്ടാമത്തത് 4ഉം ആദ്യത്തത് 6ഉം. രണ്ടും മൈനസ് ചെയ്ത 2. അങ്ങനെയാണ് ഇവിടെ 34 കിട്ടുന്നത്. ഇനി അടുത്തത്, ഇത് ടോട്ടൽ എത്ര വരുന്നത്? ടോട്ടൽ 7 ക്യാരക്ടർ. നമ്പർ പോയി കഴിഞ്ഞാൽ 4 ക്യാരക്ടർ. അപ്പോൾ 7 മൈനസ് 4 3. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 3 എന്ന് പറയുന്നത് 554 ആയിരിക്കും അവിടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള നമ്പറെല്ലാം നമ്മൾ ഒഴിവാക്കി. അവിടെ 7 മൈനസ് 4. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് റൈറ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത്, അതിന് ശേഷമുള്ള വീഡിയോയിൽ എങ്ങനെ എവിടെയുള്ള നമ്പേഴ്സും നമ്മൾക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ കൂടെയുള്ള വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് കൂടാതെ സം എന്നുള്ള ഫംഗ്ഷൻ വിളിച്ച് ഇവിടെ വിളിച്ചിട്ട് നമുക്ക് സമ്മ് കാണാൻ പറ്റില്ല, കാരണം ഇത് കംപ്ലീറ്റ് ടെക്സ്റ്റാണ്. അപ്പോൾ ഈ ടെക്സ്റ്റിനെ നമ്പറാക്കി മാറ്റാനുള്ള ഫംഗ്ഷനാണ് വാല്യൂ എന്നുള്ളത്. വാല്യൂ കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. വാല്യൂ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ വാല്യൂ എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അതിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിലുണ്ട് ഫോർമുലാസ് ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഡിസ്ക്രിപ്ഷനിലും ഞാനിത് ഈ ഫോർമുലാസ് ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്യാം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം.